ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നല്ല സൂപ്പർ ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൻ്റെ സ്പഞ്ചും അതുപോലെ തന്നെ ഫ്രോസ്റ്റിങ്ങും എല്ലാം ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സ്പഞ്ചിലും അതുപോലെ തന്നെ ഇതിൻ്റെ ഷുഗർ സിറപ്പിലൊക്കെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റൊക്കെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവൻ ഒന്ന് കണ്ടേക്കണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു കേക്ക് ടിൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണ്. അതിൽ നമ്മൾ ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത ശേഷം ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഹൈറ്റിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഞാൻ ഡ്രൈ ആയ ഒരു ബൗളെടുത്ത് അതിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3 പ്രാവശ്യം നമ്മൾ അരിച്ചെടുക്കാം. ഇത് 3 പ്രാവശ്യം അരിച്ചെടുക്കണില്ലെങ്കിൽ ഒരു പ്രാവശ്യം അരിച്ചെടുത്ത ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് എടുത്താൽ മതി. ഞാനിവിടെ 3 പ്രാവശ്യം അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഇനി ഡ്രൈ ആയി ബൗളെടുത്ത് അതിലേക്ക് ഒരു 5 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതും ചേർത്ത് കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായിട്ട് പതയണ വരേക്ക് നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഈ രീതിയിലൊന്ന് പതഞ്ഞ് വരുന്ന സമയത്ത് 1 കപ്പ് പഞ്ചസാരയാണ് പൊടിച്ചെടുത്താണ്. അതിലേക്ക് നമുക്കൊന്ന് കുറേശ്ശെയായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു 3-4 പ്രാവശ്യമായിട്ട് ഇത് കുറേശ്ശെ നമുക്കിത് ഇട്ട് കൊടുക്കാം. ആ പഞ്ചസാര നന്നായിട്ടൊന്ന് മെൽറ്റായി വരണം. അതുവരേക്ക് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇത് ഡബിളായിട്ട് വരും. ഈ ഒരു മുട്ട നമ്മൾ 5 മുട്ട ഒഴിച്ചല്ല, അപ്പോൾ ഇതൊരു ഡബിളായിട്ട് വരും ചെയ്യും. ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ക്രീമി ടെക്സ്ചറായിട്ട് വരും. അപ്പോൾ അത് കാണിക്കാം. ആ രീതിയിലായിരിക്കണം നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിലാവണം, എന്നാൽ മാത്രം നമ്മുടെ കേക്ക് നന്നായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബാറ്റർ താഴെ പോകും. ഇനി നമുക്ക് ഈ ബാറ്റർ ഒന്ന് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ആ ഫ്ലോറിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നമ്മൾ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക. നമ്മുടെ സ്പഞ്ച് നല്ല ടേസ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ തയ്യാറാക്കിയ ബാറ്ററിലേക്ക് ഈ ഒരു ഫ്ലോർ കുറേശ്ശെയായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ സ്പാച്ചിൽ ഉപയോഗിച്ച ശേഷം നമുക്ക് ഇതുപോലൊരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ വളരെ സ്ലോ ആയിട്ട് നമുക്ക് കുറേശ്ശെയായിട്ട് ഒരു 4-5 പ്രാവശ്യമായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒന്നിച്ച് ചേർത്ത് കൊടുത്തത് അങ്ങനെ കട്ട് പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ ഫ്ലോർ നമ്മൾ കുറേശ്ശെയായിട്ട് ഈ ഒരു രീതിയിൽ പതുക്കെ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിത് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ആ ബാറ്റർ ഒട്ടും താഴെ പോവാത്ത രീതിയിൽ വളരെ സ്ലോ ആയിട്ട് ഒരു കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ഈ രീതിയിലാവണം നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ നമ്മളിത് അവസാനത്തെ ഫ്ലോറും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ബൗളിൻ്റെ സൈഡിലൊക്കെ കുറച്ച് ഫ്ലോറൊക്കെ ബാക്കിയുണ്ടെങ്കിൽ അതും ഈ സ്പാച്ചിൽ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിലാവണം നമ്മുടെ ബാറ്റർ വേണ്ടത്. അപ്പോൾ ഇതനുസരിച്ചിട്ടാവും നമ്മുടെ കേക്ക് നല്ല സോഫ്റ്റായിട്ട് വരും. അപ്പോൾ ബാറ്റർ നന്നായിട്ട് പെർഫെക്റ്റായി വരണം. ഇനി നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കേക്ക് ടിന്നിലേക്ക് നമുക്ക് ഈ ഒരു ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നാണെങ്കിൽ നമുക്ക് നന്നായിട്ട് ഹൈറ്റിൽ വരും. അതുകൊണ്ടാണ് എല്ലാ സൈഡിലും കുറച്ച് ഹൈറ്റിൽ തന്നെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഒരു 8 ഇഞ്ചിൻ്റെ 9 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണെങ്കിൽ ഇത്ര ഹൈറ്റ് കിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് ടിന്ന് റെഡിയാക്കി എടുക്കാം. ഇത് ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രീതിയിൽ റെഡിയാക്കിയിരിക്കുന്നത്. ഈ സ്ക്വയർ വെച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത ശേഷം ഒരു 4-5 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്തെടുക്കാം. ഇത് നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒരു പഴയ പാത്രം നമ്മൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു റിങ് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് കേക്ക് ടീൻ വെച്ച് കൊടുത്ത ശേഷം ഒരു വെയിറ്റ് ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കുക. ഇനി ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ 1 മണിക്കൂർ ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ടാവും. അപ്പം ഞാനൊരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നോക്കി, അപ്പോൾ നമ്മുടെ കേക്ക് റെഡി ആയിട്ടില്ല. അപ്പോൾ കൃത്യം 1 മണിക്കൂർ വന്നു നമ്മുടെ കേക്ക് റെഡി ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് തണുക്കണ വരേക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. തണുത്തതിന് ശേഷം മാത്രം ഇത് ഒന്ന് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ കേക്കൊക്കെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ബട്ടർ പേപ്പർ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ പേപ്പർ വെച്ചുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ഇതൊന്ന് റിമൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ കേക്കൊക്കെ നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തലേ ദിവസമാണ് ഞാനിത് കേക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്നത്, ഇതിൻ്റെ സ്പഞ്ച്. അപ്പോൾ നമുക്ക് പിറ്റേ ദിവസമാണ് ഞാനിതിൻ്റെ ഫ്രോസ്റ്റിംഗ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിൻ്റെ ഫ്രോസ്റ്റിംഗ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ 1.5 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഇട്ടിരിക്കുന്നത്. അത് നമ്മളൊന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒരു 5 മിനിറ്റൊക്കെ ബീറ്റ് ചെയ്തുമ്പോഴേക്കും നമ്മുടെ ആ ഒരു ക്രീമൊക്കെ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരും. അപ്പോൾ നമുക്ക് അതുവരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ഫ്ലേവർ നല്ലൊരു ടേസ്റ്റും കിട്ടും. അതിന് വേണ്ടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുക.
അപ്പോൾ നമ്മൾ ഈ ഒരു പാത്രം നമ്മളൊന്ന് കമഴ്ത്തി വെച്ച് കൊടുത്താൽ താഴത്തേക്ക് പോവില്ല. അതാണ് ഇതിൻ്റെ ഒരു ഈ ക്രീം പെർഫെക്റ്റായി എന്നുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അതിൻ്റെ ഷുഗർ സിറപ്പ് എന്ന് പറയുന്നത് ഒരു 1/2 കപ്പ് പാൽ നന്നായി ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമും അതുപോലെ തന്നെ ഒരു പീസ് ചോക്ലേറ്റും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വൈറ്റ് ചോക്ലേറ്റ് ആണ്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ തലേദിവസം തയ്യാറാക്കിയ ഒരു സ്പഞ്ചാണ്. നമ്മൾക്കിതിൻ്റെ ഇത് നല്ല ഹൈറ്റിൽ വന്നിട്ടുണ്ട്. നമുക്കിതൊരു 4 ലെയറായിട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. ഞാനിവിടെ 3 ലെയറായിട്ടാണ് കട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്കിത് ഫസ്റ്റത്തെ ലെയർ അതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ സെക്കൻഡ് ലെയർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ 3 ലെയറാക്കി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ നമ്മൾ ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിരുന്നതാണ്. ഇനി നമുക്ക് ഒരു ടേൺ ടേബിളിൻ്റെ മുകളിലേക്ക് ഒരു ബേസ് വെച്ച് കൊടുത്ത ശേഷം നമുക്ക് ഇതാ കുറച്ച് ക്രീമൊന്നും കേക്കൊന്ന് തന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെച്ച് കൊടുക്കുന്നത്. ഇനി നമ്മൾ ഏറ്റവും മുകളിലത്തെ ലെയറാണ് ഫസ്റ്റ് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഇതായി ഷുഗർ സിറപ്പ് നന്നായിട്ട് ഒഴിച്ച് കൊടുക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഷുഗർ സിറപ്പാണ്. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഇതിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കാം. ഇതിൻ്റെ സ്പീഡിൽ കാണിക്കണമെന്നേ ഉള്ളൂ. കുറച്ച് നേരം നമുക്കിത് ചെയ്യാൻ വേണ്ടി വരും. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇതാ മിൽക്ക് ചോക്ലേറ്റും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് ചെറിയും കൂടി ഇതിലേക്ക് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ തന്നെ നമുക്കിതിൽ സെക്കൻഡ് ലെയറും നമുക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് ഇത് അതുപോലെ വിപ്പിംഗ് ക്രീം തേച്ച് കൊടുക്കാം. അതുപോലെ മിൽക്ക് മെയ്ഡും വൈറ്റ് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് ചെറി കട്ട് ചെയ്തും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറി ഇഷ്ടമില്ലാത്തവർക്ക് അത് ചേർത്ത് കൊടുക്കണ്ട. അത് ഇഷ്ടമുള്ളത് കൊണ്ട് നമുക്കിത് ചേർത്ത് കൊടുക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 3ാമത്തെ ലെയറും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ലാസ്റ്റത്തെ ലെയറാണ് മുകളിൽ വെച്ച് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളിത് കുറച്ച് അധികം ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിലൊന്ന് ആദ്യം ചേർത്ത് കൊടുത്ത ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീം തേച്ച് കൊടുത്ത് നമ്മളൊന്ന് ക്രം കോട്ട് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ ക്രംസ് ഒന്നും നമ്മളിനി ഫിനിഷ് ചെയ്യുന്ന സമയത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഇതൊന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എല്ലാ സൈഡിലും കുറച്ച് ക്രീമൊന്നും ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം നമ്മളിത് 1 മണിക്കൂർ നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കും. അതിന് ശേഷമാണ് ഞാനിതിന് ഫുള്ളായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിതിന് ഏകദേശം ഇത് മതി. നമുക്കിനി 1 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് എടുത്ത ശേഷം വീണ്ടും നമ്മളൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആദ്യം മുകളിലേക്ക് കുറച്ച് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിതാ ഇതുപോലെ മുകളിലത്തെ ഭാഗം ഒന്ന് ആദ്യം ലെവൽ ചെയ്തെടുക്കുക. അതിനുശേഷം സൈഡിലും ഇതുപോലെ കുറേശ്ശെ വിപ്പിംഗ് ക്രീം ഒന്ന് തേച്ച് കൊടുത്ത ശേഷം എല്ലാ സൈഡിലും ഒന്ന് നല്ല രീതിയിലൊന്ന് ലെവലാക്കി എടുക്കുക. അപ്പോൾ ഇതൊരു വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ വൈറ്റ് ചോക്ലേറ്റ് നമ്മൾ തേക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് ആക്കേണ്ടൊന്നും ആവശ്യമില്ല. കാരണം നമ്മൾ വൈറ്റ് ചോക്ലേറ്റൊക്കെ ഇതിൻ്റെ സൈഡിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് ഏകദേശം ഈ രീതിയിലൊക്കെ ഒന്ന് ഫിനിഷ് ആക്കിയ ശേഷം ഇതിൽ നമ്മൾ കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത ശേഷം സൈഡിലൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചെറിയൊക്കെ ഒന്ന് കട്ട് ചെയ്ത ശേഷം അതും എല്ലാ സൈഡിലും ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇതിൽ ടോപ്പിൽ ഞാൻ ഓയിൽ ബ്രഷ് ഒരു ചെറിയ ഡിസൈനൊക്കെ ഒന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സെൻറ്ററിൽ കുറച്ച് ചെറിയൊന്ന് ഭംഗിക്ക് വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ബട്ടന് തൊട്ട് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും.